കുറേ ദിവസത്തെ മടിയൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. മിനി നോട്ട്ബുക്കല്ല, മിനി നോട്ട്ബുക്ക് ആണ്. എന്നാൽ ഇത് നമുക്കൊരു മെമ്മോ നോട്ടായിട്ടും ഒരു കുഞ്ഞു നോട്ട്ബുക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നല്ല അടിപൊളി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു നോട്ട്ബുക്കാണ്. അതായത് ഒരു മിനി നോട്ട്ബുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട നല്ലൊരു പേപ്പർ എടുക്കുക. അതിന് ചെറു ബ്രൗൺ ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മണ്ടത്തരം എത്രയോ പേപ്പറാണ് അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ മടക്കുന്നത്. അതുകൊണ്ട് കേട്ടോ മടക്കാൻ എനിക്ക് ഇത്തിരി കഷ്ടമുള്ളത്. നിങ്ങൾ ഒരു പേപ്പർ 2 പേപ്പർ ഒക്കെ മടക്കി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ആദ്യം തന്നെ നിർത്താം. അപ്പോൾ കുറേ ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ കൂടെ നമുക്കൊന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പേപ്പറായി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പശ വെച്ചോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഗമ്മൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു ഹോളിട്ട് കൊടുക്കുക. അതായത് പറഞ്ഞു ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതിൽ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാറ്റിൻ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ്റിൻ റിബൺ വെച്ചിട്ട് നമുക്ക് ആ ഹോളിൽ കൂടെ കെട്ടിക്കൊടുക്കാം. അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഭയങ്കര ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിനി നോട്ട്ബുക്ക് വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു ബോ പോലെയാണ് ഞാൻ കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു നോട്ട്ബുക്ക് റെഡിയായി. ഇനി അധികം സമയമൊന്നും വേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞു നോട്ട്ബുക്കാണ്. നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ പോക്കറ്റിൽ വെക്കാനോ പൗച്ചിൽ വെക്കാനോ എവിടെ വേണമെങ്കിലും വെക്കാം. അങ്ങനെ നോട്ട്ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു പിങ്ക് കളർ എടുക്കണം. പക്ഷേ എൻ്റെ പിങ്ക് കളർ ചെയ്യുമ്പോൾ വേറെ ഏതൊരു കളറാട്ടോ വരുന്നത്. ഒരു റോസ് അല്ല, റെഡ് കളർ പോലെയൊക്കെ വരുന്നത്. എന്നിട്ട് അത് വെച്ച് എന്തൊക്കെയോ ഡിസൈനൊക്കെ എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നി ചിത്രത്തെ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തിൽ അങ്ങനെ 3 പേജിലൊക്കെ ഞാൻ വരച്ചെടുത്തു. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ നിങ്ങളൊക്കെ നോട്ട് ചെയ്തണമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസൈനൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനായിട്ട് വളരെ കഷ്ടമുള്ളതൊന്നുമില്ല. അങ്ങനെ ചെറുതാണെന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ അപ്പോൾ നമ്മളൊരു നോട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഐ ലവ് യു ഓൾ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെയാണ് എഴുതിയത്. അപ്പോൾ എങ്ങനെയും നമ്മുടെ മിനി നോട്ട്ബുക്ക് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.